LP UP Catet Social Science Previous Questions 11 to 20. First one, ജർവകൾ എന്ന ആദിമ മനുഷ്യഗോത്രം ജീവിക്കുന്ന ഇന്ത്യൻ പ്രദേശം ആൻഡമാൻ. സെക്കൻഡ് വൺ, ജുവനൈൽ കോടതി കൈകാര്യം ചെയ്യുന്ന കേസുകൾ കൗമാരക്കാരുടെ കുറ്റകൃത്യങ്ങൾ. തേർഡ് വൺ, സ്വതന്ത്ര ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI 1000 രൂപയുടെ നോട്ട് പുറത്തിറക്കിയ വർഷം 1954. 1 രൂപ നോട്ട് ഒഴികെയുള്ള കറൻസികൾ അച്ചടിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. എന്നാൽ 1 രൂപ നോട്ടും അനുബന്ധ നാണയങ്ങളും അച്ചടിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രാലയമാണ്. ഈ പോയിന്റ് ഒന്ന് ഓർത്തു വെക്കാം. ഫോർത്ത് വൺ, ഭരണഘടന അനുച്ഛേദം 326 വരുത്തിയ ഭേദഗതിയാണ് 61-ാം ഭേദഗതി. ഇന്ത്യയിൽ പ്രായപൂർത്തി വോട്ടവകാശത്തിനുള്ള പ്രായം 21-ൽ നിന്നും 18 വയസ്സാക്കിയത് ഏത് വർഷം? 1989. ഫിഫ്ത് വൺ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് വൺ, ആദ്യത്തെ പ്രസിഡന്റ് AO ഹ്യൂം ആണ്. സെക്കൻഡ് വൺ, 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. തേർഡ് വൺ, മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത്. ഫോർത്ത് വൺ, കോൺഗ്രസ് അധ്യക്ഷയായ ആദ്യത്തെ വനിതയാണ് സരോജിനി നായിഡു. ഓപ്ഷൻ എ 1ഉം 3ഉം, ഓപ്ഷൻ ബി 3ഉം 4ഉം, ഓപ്ഷൻ സി 1ഉം 4ഉം, ഓപ്ഷൻ ഡി 2ഉം 3ഉം. ഇതിലെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം ആണ് ശരി. 1885 ഡിസംബറിലാണ് സ്ഥാപിതമായത്. മുംബൈയിൽ വെച്ചാണ് കോൺഗ്രസിന്റെ സ്ഥാപക സമ്മേളനം നടന്നത്. സിക്സ്ത് വൺ, പന്തി ഭോജനം സംഘടിപ്പിച്ച് അവർണ സവർണ വ്യത്യാസത്തെ വെല്ലുവിളിച്ച ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താവ് തൈക്കാട് അയ്യ. ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്ന നവോത്ഥാന നായകൻ തൈക്കാട് അയ്യ. ഈ ഒരു പോയിന്റ് ഓർത്തു വെക്കുക. സെവൻത് വൺ, ശരിയായി ചേരുംപടി ചേർത്തവ കണ്ടെത്തുക. ഫസ്റ്റ് വൺ, ദാദാബായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം. സെക്കൻഡ് വൺ, രമേശ് ചന്ദ്രദത്ത് സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. തേർഡ് വൺ, ചാണക്യൻ മഗധ. ഫോർത്ത് വൺ, അമർത്യ സെൻ നോബൽ സമ്മാനം. ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ബി 1, 3, 4 എന്നിവ മാത്രമാണ് ശരി. ഓപ്ഷൻ സി 2, 3, 4 എന്നിവ മാത്രം ശരി. ഓപ്ഷൻ ഡി 1, 2, 4 മാത്രമാണ് ശരി. ഇതിലെ ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. അതാണ് ആൻസർ. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ദാദാബായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ദാദാബായ് നവറോജി. അർത്ഥശാസ്ത്രം രചിച്ചത് ചാണക്യൻ. ഇത്ര പോയിന്റ്സ് ഓർത്തു വെക്കുക. എയ്ത്ത് വൺ, ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. ഫസ്റ്റ് വൺ, ക്യൂണിഫോം വിശുദ്ധ ലിഖിതം. സെക്കൻഡ് വൺ, ഹൈറോഗ്ലിഫിക്സ് ശില്പ വൈദഗ്ധ്യം. തേർഡ് വൺ, സ്ഫിങ്സ് റോസെറ്റ. ഫോർത്ത് വൺ, സിഗുറാത്തുകൾ ആരാധനാലയം. ഓപ്ഷൻ എ 1, 2, 4 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ബി 2, 3 എന്നിവ മാത്രം ശരിയാണ്. ഓപ്ഷൻ സി 1, 3, 4 എന്നിവ മാത്രമാണ് ശരി. ഓപ്ഷൻ ഡി 4 മാത്രമാണ് ശരി. ആൻസർ ഈസ് ഡി, 4 മാത്രമാണ് ശരി. സിഗുറാത്തുകൾ ആരാധനാലയം അതാണ് ശരി. ക്യൂണിഫോം മെസപ്പൊട്ടേമിയക്കാരുടെ എഴുത്തുവിദ്യ. ക്യൂണിഫോം എന്ന വാക്കിനർത്ഥം ആപ്പ്. ഹൈറോഗ്ലിഫിക്സ് ഈജിപ്തുകാരുടെ എഴുത്തുലിപി. ഹൈറോഗ്ലിഫിക്സ് എന്ന വാക്കിനർത്ഥം പരിശുദ്ധമായ എഴുത്ത്. ഇത്രയും പോയിന്റ്സ് ഓർത്തു വെക്കുക. നയൻത് വൺ, എന്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രമെന്തിനെ അച്ചുകൂടമെന്തിനെ എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. ഈ 2 പോയിന്റ്സ് ഓർത്തു വെക്കുക. 10th വൺ, ഗാന്ധിജി കൈസർ എ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിനെ തിരികെ നൽകാനിടയാക്കിയ സംഭവം ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13-നാണ്. താങ്ക് യു.